BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നാൽ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനം നിലവിൽ വരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുമായി BJP സംഘടിപ്പിച്ച വികസിത തിരുവനന്തപുരം ഡയലോഗ് കോൺക്ലേവിൽ സംവദിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം നഗരത്തെ ഒരു വികസിത നഗരമാക്കി മാറ്റാനുള്ള വിവിധ പദ്ധതികളും നിർദ്ദേശങ്ങളും വികസിത തിരുവനന്തപുരം ഡയലോഗ് കോൺക്ലേവിൽ ഉയർന്നു. ഞങ്ങൾ വയ്ക്കുന്നത് ഒരു കോംപ്രഹെൻസീവ്, ഒരു സമഗ്ര വികസന ബ്ലൂ പ്രിന്റ്, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിൻ്റെ ഒപ്പം ഒരു പുതിയ ഭരണശൈലി. ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് മാത്രമല്ല, ഒരു ആബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ് അല്ല. അതിൽ ഗുഡ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ അതിലുണ്ടൊരു സയൻസ്, അതിലുണ്ടൊരു രീതി. അപ്പോൾ ആ ഒരു ഭരണശൈലിയിൽ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങളുടെ ഒരു വിഷൻ, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിനെക്കുറിച്ച് സജഷൻസും അതിൻ്റെ ഇൻപുട്സ് എടുക്കാനാണ് ഈ തരത്തിലൊരു പ്രോഗ്രാംസ് എല്ലാം, ഈ ഡയലോഗ്സ് എല്ലാം ഞങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങ് പ്രതീക്ഷിക്കുന്നത് ഈ ക്രീം ഓഫ് ആളുകളിൽ നിന്നുള്ള അവരുടെ ഒരു ഫീഡ്ബാക്ക്. അനന്ത സാധ്യതയുള്ള ഒരു നാടാണ്. അതിന് ഒരു പൊളിറ്റിക്സ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നാടും അണ്ടർ പെർഫോം ചെയ്യുന്നു, തലസ്ഥാനവും എത്രയോ പിന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഇതിലൊരു വ്യക്തതയുണ്ട്. ആരാണെങ്കിലും ഇത് ഡിസ്പാഷനായിട്ട് അസസ് ചെയ്താൽ ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 24 ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്, ഇവിടെ വികസനം ചെയ്യുന്ന സാധ്യതകൾ എത്രയുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിന് ടൂറിസം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ടൂറിസമിന് എത്ര സാധ്യത ഉള്ള ഒരു നഗരമാണ്. അതിന് ശരിക്കും ടാപ്പ് ചെയ്ത് അതിനെ പ്രോത്സാഹിക്കാൻ കോർപ്പറേഷൻ ആണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്. നമ്മൾ കോർപ്പറേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പണ്ട് കാലത്ത് കോർപ്പറേഷൻ നമ്മൾ പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഉണ്ട്, റോഡ് ഉണ്ടാക്കും, 3 സ്ട്രീറ്റ് ലൈറ്റ് ഇടും, 7ാമത്തെ സ്ട്രീറ്റ് ലൈറ്റ് നടക്കില്ല. അതാണ് നമ്മുടെ ഒരു ഓൾഡ് കോൺസെപ്റ്റ്. പക്ഷെ ഞാൻ കാണുന്നത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം പബ്ലിക് സർവീസസ് നന്നായി ചെയ്യണം, ഡെലിവർ ചെയ്യണം. അതിൻ്റെ ഒപ്പം ആ നഗരത്തിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റിയും കൾച്ചറൽ ആക്ടിവിറ്റിയും ഇക്കണോമിക് പൊട്ടൻഷ്യൽ പ്രോത്സാഹിക്കുന്ന ഒരു സ്ഥാപനമാണ് കോർപ്പറേഷൻ. എത്രയോ കൊല്ലമായിട്ട് കോർപ്പറേഷൻ, ഇവിടുത്തെ കോർപ്പറേഷൻ, നമ്മുടെ നാട്ടിലെ ഏത് കോർപ്പറേഷൻ ആണെങ്കിലും അത് ചെയ്യുന്നില്ല. കോർപ്പറേഷൻ ഇന്നിപ്പോൾ കോർപ്പറേഷൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇക്കണോമിക് ആക്ടിവിറ്റീനെ കുറിച്ചോ അതിനെ പ്രോത്സാഹിക്കാനോ നമ്മുടെ കൾച്ചറിനെ സംരക്ഷിക്കാനോ അതിൻ്റെ ഒപ്പം ഒരു കൾച്ചറൽ ടൂറിസം പ്രോത്സാഹിക്കാനോ അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ കോർപ്പറേഷൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അതും ചെയ്യാൻ. പ്രോത്സാഹനം, ഇക്കണോമിക് ആക്ടിവിറ്റിയും ടൂറിസമും കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ പ്രോത്സാഹനം കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വമാണ്. അതാണ് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ സാർ, അദ്ദേഹം നമ്മുടെ തുടക്കത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പറഞ്ഞാൽ ഞങ്ങൾ 3 ബിൽഡിംഗ് ബ്ലോക്സാണ്. ഒന്ന് പാർട്ടിസിപ്പേറ്ററി, സിറ്റിസൺ പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് ആവണം. അപ്പോൾ ബ്ലൂ പ്രിന്റ്, പ്ലാന്, ബഡ്ജറ്റ് ഇതെല്ലാം തയ്യാറാക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു ഭാവി നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുമ്പോൾ ജനങ്ങളുടെ ഇൻപുട്ട്, എല്ലാ മേഖലയിലെ എല്ലാ ആൾക്കാരുടെ ഇൻപുട്ട് എടുത്തിട്ടാണ് ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നത്. ഒരു ബ്യൂറോക്രാറ്റോ ഒരു മന്ത്രിയോ ഒരു കോർപ്പറേറ്ററോ ഒരു മേയർ അല്ല ചെയ്യേണ്ടത്. ഇത് ജനങ്ങളുടെ ബ്ലൂ പ്രിന്റാണ്, നാടിൻ്റെ ഭാവിയാണ്, തലസ്ഥാനത്തിൻ്റെ ഭാവിയാണ്. അതുകൊണ്ട് ഇത് പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് ആണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക്. രണ്ടാമത്തത് അക്കൗണ്ടബിൾ. ചെയ്യാൻ പോകുന്നതെല്ലാം അതിന് കോർപ്പറേഷൻ ഭരിക്കുന്നതും നഗരം ഭരിക്കുന്നവർ അക്കൗണ്ടബിൾ ആവണം, ട്രാൻസ്പെറൻസി ഉണ്ടാവണം. നാലാമത്തത് റെസ്പോൺസ്. നമ്മൾ ഇപ്പോൾ ഏതാണ് നമ്മുടെ കാലം 2025 അല്ലേ. ഇന്ന് എല്ലാ കാര്യങ്ങളും ഒരു സ്പീഡ് ഓഫ് ലൈറ്റിലാണല്ലോ മൂവ് ചെയ്യുന്നത്. ബിസിനസ് ആണോ, ട്രേഡ് ആണോ, ഓപ്പർച്യൂണിറ്റീസ് ആണോ, അവസരങ്ങളാണോ, ഇൻവെസ്റ്റ്മെൻ്റ് ആണോ. അപ്പോൾ ഒരു റെസ്പോൺസ് ഇവിടെ വരണം. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസ്, ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഭരണശൈലിയിൽ മാറ്റം കൊണ്ടുവരാൻ
ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ഇതാണ് ഞങ്ങൾ പറയുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.